നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തേർഡ് ബ്ലോക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേര് സിഗ്നിഫിക്കൻസ് ഓഫ് ഇ ഗവേണൻസ് എന്നാണ്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ, അതായത് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ICT, ഇ ഗവേണൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ നമ്മളിവിടെ അതിലെ ഇ ഗവേണൻസിനെ കുറിച്ച് ഒന്നും കൂടി സ്പെഷ്യൽ ആയിട്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതേക്കുറിച്ച് മാത്രം പഠിക്കുകയാണ്. ഇ ഗവേണൻസിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഇ ഗവേണൻസ് എന്നത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭരണത്തെ കൂടുതൽ കാര്യക്ഷമതയോടെയും സുതാര്യതയോടു കൂടിയൊക്കെ നടപ്പിൽ വരുത്തുന്നതിന്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഉതകുന്ന ഒരു പദ്ധതിയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഒരു പ്രയോഗമാണ് ഇ ഗവേണൻസ് എന്ന് ഏറ്റവും ലളിതമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഇ ഗവേണൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സുതാര്യതയുള്ള ഭരണകൂടം തന്നെയാണ്. ട്രാൻസ്പെറൻസി, ഭരണകൂടത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുക, ജനങ്ങൾക്ക് സർക്കാരിന്റെ സേവനങ്ങളൊക്കെ സുതാര്യമായിട്ട് ലഭ്യമാക്കുക. രണ്ടാമത്തേത് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്, അത് കൂടുതൽ ഫലപ്രദവും അതുപോലെ കാര്യക്ഷമതയുള്ളതുമായ രീതിയിൽ സേവനങ്ങൾ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക. മൂന്നാമത്തേത് ജനകീയ പങ്കാളിത്തമാണ്. സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ, ജനങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ ജനങ്ങൾക്ക് പങ്കാളികളാവാനുള്ള അവസരം ലഭിക്കുന്നു. ദെൻ ഇംപ്രൂവ്ഡ് സർവീസ് ഡെലിവറിയാണ്. സേവനങ്ങള് കൃത്യസമയത്ത്, സേവനങ്ങളുടെ വിതരണം വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിൽ വരുത്തുക. നമുക്ക് പെട്ടെന്ന് ഈ സർക്കാരിന്റെ സേവനങ്ങളൊക്കെ ഈ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ വഴി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. മുൻപൊക്കെ നമ്മളൊരു നികുതിയൊക്കെ അടക്കണമെങ്കിൽ ക്യൂവിൽ നിന്ന് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോ എല്ലാം നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോണുകൾ വഴി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ സേവന കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമുക്ക് നിവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഗവേണൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അഴിമതി കുറയ്ക്കാൻ, ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി കുറയ്ക്കാൻ സഹായകമാണ്. വളരെ സുതാര്യതയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി അഴിമതി കുറയുന്നു. ഒരു PSC ഒക്കെ വഴിയുള്ള ഒരു നിയമനം ഈ മേഖലയിൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറയാവുന്ന ഒരു കാര്യം, ഒരു നിയമനം മുൻപൊക്കെ ആണെങ്കിൽ ഈ സംവിധാനത്തിൽ വരുന്നതിന് മുൻപ്, ഇലക്ട്രോണിക് സംവിധാനത്തിൽ വരുന്നതിന് മുൻപ് ഒരു നിയമനം ഏറ്റവും തൽപര കക്ഷികൾക്കൊക്കെ നിയമനം നൽകാനൊക്കെ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഓരോ ഉദ്യോഗാർത്ഥിക്കും തൊട്ടടുത്ത നിയമനം ആർക്കാണ് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് എല്ലാ സേവനങ്ങളുടെ കാര്യത്തിലും ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മേഖലയിൽ അഴിമതി കുറഞ്ഞ് വളരെ സുതാര്യത ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. നമുക്ക് ഓൺലൈൻ ഇടപാടുകൾ നടന്ന ഉടനെ തന്നെ നമുക്ക് റെസിപ്റ്റ് നേരിട്ട് കിട്ടുന്നു. ട്രാക്കിംഗ് വഴി നമുക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? നമുക്ക് ഒരു സേവനം ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ അപേക്ഷ, അതിൽ നിലവിൽ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനും അതിനെ ട്രാക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നുണ്ട്. പൗരന്മാർക്ക് ഓൺലൈൻ വഴിയാണ് സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ കൂടുതൽ സ്പീഡായിട്ട് നമുക്ക് ലഭിക്കാനും അത് സമർപ്പിക്കാനും അത് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈസിയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കാലതാമസം കുറയുന്നു. മറ്റേത് ഒരുപാട് ഡിലേ വരും, സമയം ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലതാമസം കുറയ്ക്കുന്നു എന്നുള്ളത് വലിയ ഒരു പ്രാധാന്യമാണ്. അപ്പൊ ദൂരം, സമയം, ഇതൊന്നും നമുക്കത്ര പ്രശ്നമുള്ള കാര്യമല്ല ഇന്നത്തെ കാലത്ത്. ഇനി സർക്കാർ ഓഫീസുകളിലെ തിരക്ക് കുറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ ഓഫീസുകളിൽ ഇതുമൂലമുള്ള ക്യൂകളും തിരക്കുകളും ഒക്കെ കുറയുന്നു. സാമ്പത്തിക ഭാരം കുറയുന്നുണ്ട്. എത്രയോ ആളുകൾ, മാൻ പവർ, വളരെ വലിയ ഒരു ശതമാനം മാൻ പവർ കുറയ്ക്കാനായിട്ട് ഈ സാങ്കേതിക വിദ്യയെ സഹായിക്കുന്നുണ്ട്. ഇനി കണക്ക് വെച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെ കുറയാൻ, ചെലവ് കുറയ്ക്കുന്നത് കണക്കുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അച്ചടി ചെലവുകള്, ഈ ഫയലിങ്ങിന്റെ ചെലവുകള്, ഇതൊക്കെ തന്നെ നമുക്ക് ഇത് മുഖേന കുറയ്ക്കുന്നുണ്ട്. ഇനി ഗ്രാമീണ മേഖലകളില് കണക്ഷൻ മെച്ചപ്പെടുത്തും. ഇപ്പോൾ ഈ ഭാരത് നെറ്റ് പോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ, K-ഫോൺ ഒക്കെ പോലെയുള്ള സംവിധാനങ്ങൾ ഗ്രാമീണ മേഖലയിലെ പൗരന്മാർക്ക് ഇന്റർനെറ്റ് സംവിധാനം അവൈലബിൾ ആക്കുന്നുണ്ട്. ഇനി ദൂരസ്ഥലങ്ങളിലും വിദൂര മേഖലകളിലൊക്കെ സർക്കാർ സേവനങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഒരു എക്കോ ഫ്രണ്ട്ലി ഗവേണൻസ് ഇതിലൂടെ നമുക്ക് പോസിബിൾ ആകുന്നുണ്ട്. അതായത് പേപ്പർ ഫ്രണ്ട്ലി ആണ്, അല്ലെ? പേപ്പർ വേണ്ട, പകരം എന്താണ് ഒക്കെ നമുക്ക് നേരിട്ട് കമ്പ്യൂട്ടർ വഴി വിവിധ സൈറ്റുകൾ വഴിയാണ് നടക്കുന്നത്. അപ്പൊ പേപ്പർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് പരിസ്ഥിതി സൗഹൃദമാണ്. ഇനി പരിസ്ഥിതിക്ക്
ദോഷം പറ്റുന്നതാണ്. എത്രയോ ഒരു പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ എത്രയോ മരങ്ങളും എത്രയോ ലിറ്റർ വെള്ളവും ഒക്കെ അതിനുവേണ്ടി ചെലവാണ്. അപ്പൊ അതൊന്നുമില്ല. അതിനൊക്കെയുള്ള മാൻ പവറും അതിനൊക്കെയുള്ള മാനുഷിക അധ്വാനവും കായിക അധ്വാനവും ഒക്കെ കുറവാണ്. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഗവേണൻസ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് ജനങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിലാണ് ഈ ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് നമുക്കൊക്കെ ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള PDS ആണ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സംവിധാനം. രണ്ട്, ആരോഗ്യ മേഖലയിലെ ഈ ഹോസ്പിറ്റൽ, ആയുഷ്മാൻ ഭാരത്, ഡിജിറ്റൽ മിഷൻ, ഇങ്ങനെയുള്ള പല പദ്ധതികളും നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. വിദ്യാഭ്യാസത്തിലെ ദീക്ഷ, അതുപോലെ തന്നെ സ്വയം, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ. ഇനി പൗരസേവനങ്ങൾ, ഡിജി ലോക്കർ, ഉമാങ്, ഈ ഡിസ്ട്രിക്ട്, ഇതൊക്കെ നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്ത പദ്ധതികളായിരുന്നു. ഇനി ഈ കോഡ്സ്, ഈ പോലീസ്, CCTNS, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് സർക്കാരിൽ നിന്ന് ഉള്ള സേവനങ്ങൾ എത്രയും പെട്ടെന്ന് ഏറ്റവും സുതാര്യതയോടുകൂടി ലഭിക്കുന്നതിന് സഹായകമാണ്. അപ്പൊ ഈ ഗവേണൻസ് എന്നത് ഇന്ന് നമുക്ക് ഏറ്റവും അധികം സഹായകമായിട്ടുള്ള, സർക്കാർ സേവനങ്ങളെ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള, സർക്കാർ സേവനങ്ങളെ ഏറ്റവും കാര്യക്ഷമവും സുതാര്യവുമായിട്ട് ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്നതിനുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.